കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 29ാം പതിപ്പിന് നാളെ അവസാനം 65 രാജ്യങ്ങളിൽ നിന്നായി 217 ചിത്രങ്ങളാണ് ഇത്തവണ മേളയിൽ ഉൾപ്പെട്ടത്. 13,000-ലധികം ആളുകൾ ചലച്ചിത്രോത്സവത്തിൽ പ്രതിനിധികളായി എത്തി. പുരോഗമനപരമായ സാമൂഹിക മാറ്റങ്ങളെ ഉൾച്ചേർക്കാൻ ശ്രമിച്ചുവെന്ന നിലയ്ക്കായിരിക്കും ഈ വർഷത്തെ ചലച്ചിത്രോത്സവം വിലയിരുത്തപ്പെടുക. ഒരാഴ്ചക്കാലം കേരള തലസ്ഥാനം ലോകരാജ്യ സംഗമ സ്ഥലമായി മാറുന്ന ഉത്സവകാലമാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേള. 10 വേദികളിലായി 217 ചിത്രങ്ങളാണ് ഇത്തവണ മേളയിൽ ഉൾപ്പെട്ടത്. രാജ്യത്തെ ഏറ്റവും സുപ്രധാന ഫെസ്റ്റിവൽ എന്ന് പേരെടുത്തു കഴിഞ്ഞ IFFKയിൽ പ്രതിനിധികളായി എത്തുന്ന ചലച്ചിത്രാസ്വാദകരുടെ എണ്ണം പ്രതിവർഷം വർദ്ധിക്കുകയാണ്. എല്ലാ വേദികളിലും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകരുടെ നീണ്ട നിര കാണാം. വെയിലിനെയും ശാരീരികാവസ്ഥകളെയും അവഗണിച്ച് വരി നിൽക്കുന്ന ലോക സിനിമാ പ്രണയികളെ നഗരത്തിൽ പലയിടത്തും കാണാം. തിരുവനന്തപുരം നഗരമെങ്ങും സിനിമയുടെ തുടിപ്പുകളാണ്. കേരളത്തിന് പുറത്തുനിന്നടക്കം എത്തുന്ന പ്രതിനിധികളുടെ സൗഹൃദക്കൂട്ടങ്ങളെ എവിടെയും കാണാം. എല്ലായിടത്തും സംഗീതം കേൾക്കാം. റെസ്റ്റോറൻറ്റുകളിൽ ചലച്ചിത്ര ചർച്ചകളും രാഷ്ട്രീയ സംവാദങ്ങളും മുഴങ്ങും. ഭാഷകളുടെ, ഭൂമിശാസ്ത്രത്തിൻ്റെ, നിറത്തിൻ്റെ, വംശത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ വൈവിധ്യമാർന്ന ആഗോള ഭൂമികയായി കേരളത്തിൻ്റെ തലസ്ഥാനത്തെ ചലച്ചിത്രോത്സവം മാറ്റിമറിക്കുന്നു. അടുത്ത വർഷം ഇതേ സ്ഥലം ഇതേ സമയമെന്ന പുനഃസമാഗമ പ്രതീക്ഷകളുമായി പ്രതിനിധികൾ മടങ്ങുമ്പോൾ ലോകയാഥാർത്ഥ്യങ്ങളുടെ നേർചിത്രങ്ങളും മനസ്സിലുണ്ടാകും. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചലച്ചിത്രോത്സവമാണ് കടന്നുപോകുന്നത്. കേരളത്തിൽ സംഭവിക്കുന്ന സാംസ്കാരിക നവീകരണത്തിന് ഉൽപ്രേരകമാവുന്ന പരിപാടിയെന്ന നിലയ്ക്ക് ഇത്തവണത്തെ മേള കൂടുതൽ ശ്രദ്ധേയമാണ്. സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർക്കാനുള്ള ശ്രമം ഇത്തവണ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പുതുരാഷ്ട്രീയത്തിന്റെ സ്പന്ദനങ്ങളെ ഉറക്കെ പ്രതിധ്വനിപ്പിക്കാൻ ഈ വർഷത്തെ ചലച്ചിത്രോത്സവത്തിന് കഴിഞ്ഞു. ചലച്ചിത്രോത്സവത്തിന്റെ സ്വഭാവ പരിണാമത്തിന്റെ നാഴികക്കല്ലെന്ന് അടയാളപ്പെടുത്തപ്പെടേണ്ട മേളയാണ് ഇത്തവണത്തേത്. പതിറ്റാണ്ടുകളായി ദൃശ്യത കിട്ടാതിരുന്ന ഒരു കൂട്ടം മനുഷ്യവിഭാഗങ്ങൾക്ക് കരുത്തുറ്റ സാന്നിധ്യമാവാൻ കഴിഞ്ഞ മേളയെന്ന് ചരിത്രം 29ാം പതിപ്പിനെ വിലയിരുത്തും. ഉൾച്ചേർക്കലിന്റെ കഥകളുമായി മടങ്ങുന്ന പ്രേക്ഷകരിലുമുണ്ടാകും പരിവർത്തനത്തിന്റെ അടയാളങ്ങൾ. അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.